ഗ്യാൻവാബി മസ്ജിദിൽ പൂജ ചെയ്യാൻ അനുമതി നൽകിയതിലൂടെ രാജ്യത്തെ നിയമം ലംഘിക്കപ്പെട്ടുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഇന്ത്യ ഭരിക്കുന്നവരുടെ പിന്തുണയോടെ വിവിധങ്ങളായ അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോഴത്തെ നീക്കം. ന്യൂനപക്ഷവും ഭൂരിപക്ഷവും തമ്മിൽ കൊമ്പ് കോർക്കേണ്ടവരല്ല എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്നവരുടെ തന്നെ പിന്തുണയോടെ വിവിധങ്ങളായിട്ടുള്ള അവകാശവാദങ്ങൾ ഇവിടെ പലരും മുന്നോട്ട് വെക്കുകയാണ്. അതൊക്കെ തന്നെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെയാണ് ന്യൂനപക്ഷങ്ങൾ വേദനിക്കുന്നത്. ഇവിടെ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഉണ്ട്. അത് പരസ്പരം കൊമ്പ് കോർക്കേണ്ടവരല്ല, പരസ്പരം മനസ്സിലാക്കേണ്ടവരാണ്. ഗ്യാൻവാബി മസ്ജിദിൽ പൂജ ചെയ്യാൻ അനുമതി നൽകിയതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. പൂജയ്ക്ക് അനുമതി നൽകിയതേറെ വേദനാജനകമാണ്, മതേതരത്വത്തിന് വിഘാതമുണ്ടാക്കുന്നതാണ് കോടതി വിധിയെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വലിയൊരു പ്രയാസവും വേദനയൊക്കെ ഉള്ള സമയമാണ് ഗ്യാൻവാബി മസ്ജിദ്. പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു. അതിൽ നമുക്ക് ദുഃഖമുണ്ട്, ഖേദമുണ്ട്. നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജയ്ക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മതസൗഹാർദ്ദം, ഇവിടുത്തെ ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോടാലി വെക്കണ നിലക്കുള്ള പ്രവർത്തനം ആരിൽ ഇതുണ്ടാവാൻ പാടുള്ളതല്ല. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ജിഫ്രി തങ്ങളുടെയും സാദിഖ് അലി തങ്ങളുടെയും പ്രതികരണത്തിന്റെ വിശദാംശങ്ങൾ. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SKSSF-ന്റെ 35ാം വാർഷികാഘോഷങ്ങളുടെ സമാപന സമ്മേളനമാണ് കോഴിക്കോട് നടന്നത്. ആ വേളയിലാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള SYSന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്യാൻവാബി വിഷയവുമായി ബന്ധപ്പെട്ടാണ്. രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ഭീതിയിലാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാജ്യം ഭരിക്കുന്നവരുടെ സഹായത്തോടു കൂടെ ചില ശക്തികൾ ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളുണ്ട്. ആ ആരാധനാലയങ്ങളിൽ നടക്കേണ്ടത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആചാരപ്രകാരമുള്ള നടപടികളാണ്. പക്ഷേ മറിച്ച് സംഭവിക്കുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നു. അതിന് ഭരണകൂടം തന്നെ കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. അതിൽ ഗ്യാൻവാബി മസ്ജിദിൽ പൂജയ്ക്ക് അനുമതി നൽകിയ കോടതി വിധിയാണ് ഏറെ വലിയ ഒരു വേദന സൃഷ്ടിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് ഈ ജനാധിപത്യ മതേതരത്വ കാഴ്ചപ്പാടിന് വളരെ വലിയ വിഘാതമുണ്ടാക്കുന്ന നടപടിയാണ്. അതിനെതിരെ ശക്തമായ ഒരു തങ്ങളുടേതായിട്ടുള്ള ഒരു വേദന പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിധത്തിലുള്ള അനിഷ്ട സംഭവങ്ങളിലേക്ക് സമസ്ത പോകില്ല എന്നുള്ള കാര്യം കൂടി നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. വിഷയത്തെ നിയമപരമായിട്ട് നേരിടും, സമാധാനപരമായിട്ട് തന്നെ ഈ വിഷയത്തെ കാണും എന്നുള്ള കാര്യം കൂടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളും വ്യക്തമാക്കുന്നു. ഗ്യാൻവാബിയിൽ കേന്ദ്ര സർക്കാർ ഉചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഇരുവരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. റീജിത്ത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.